ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. സോ ഞാൻ ഇപ്പം എൻ്റെ ഒരു മിഡ്-20s ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഇത് മെയിൻലി യൂസ്ഫുൾ ആകുന്നത് ഈ പുതിയതായിട്ട് ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്കും ലൈക്ക് അഡൽട്ട്ഹുഡിൽ ന്യൂ ആയിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും എന്താ പറയുന്നത് ഒരു 20s ഒക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതലും യൂസ്ഫുള്ളായി ആകാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇന്നത്തെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ അന്നത് പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അന്നത്തെ ചില കാര്യങ്ങൾ ഞാൻ വർക്ക് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ന്യൂ അഡൾട്ട്സിന് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സെൽഫ് അവെയർനെസ് ആണ്. സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പം നമുക്കറിയാം ചാണക്യ പറയുന്നത് SWOT എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. SWOT എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന 4 കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ സ്ട്രെങ്ത്ത്, നമ്മുടെ വീക്ക്നെസ്, നമുക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് നേരിടാൻ ചാൻസ് ഉള്ള ത്രെഡ്സ്. അപ്പോൾ ഈ 4 കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇത് മാത്രമല്ല, ബേസിക്കലി നമ്മൾ നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഹെഡ് തൊട്ട് നമ്മുടെ ടോ വരെ, നമ്മുടെ തലമുടി തൊട്ട് നമ്മുടെ ഉപ്പൂറ്റി വരെയുള്ള നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും ഉള്ളൊരു മനുഷ്യന് പല ആസ്പെക്ട്സ് ഉണ്ട്. നമ്മുടെ ലൈഫിന് പല ഏരിയാസ് ഉണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മണി, നമ്മുടെ സ്പിരിച്വാലിറ്റി, അങ്ങനെ പല ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഭയങ്കര 100% അല്ലെങ്കിൽ ഒരുവിധമെങ്കിലും നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ സ്ട്രെങ്ത് എന്ത് തന്നെ ആയാലും നമ്മുടെ വീക്ക്നെസ് എന്ത് തന്നെ ആയാലും നമ്മളെ മനസ്സിലാക്കാനും അത് നമുക്കുണ്ടാകുന്ന ഫ്ലോസും നല്ല കാര്യങ്ങളൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് സാധിച്ചിരിക്കണം. ഈ സെൽഫ് അവെയർനെസ് ആണ് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സെൽഫ് അവെയർനെസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്താണ്, നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് എന്താണ്, നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നല്ലൊരു അവെയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയായാലും നമുക്ക് ആ ഒരു ബിൽഡിംഗ് ഫൗണ്ടേഷൻ്റെ മുകളിൽ പണിയുന്നത് പോലെ നല്ലൊരു ലൈഫ് നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സെൽഫ് ലവിന് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ ഞാനിപ്പം ലിറ്റിൽ ബൈ ലിറ്റിൽ ഞാനത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അതിപ്പം നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുക, നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ തന്നെ ഒരു ദിവസം മുഴുവൻ നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് വയ്ക്കുക, നമ്മളെ ഹാപ്പി ആക്കി വയ്ക്കുക, നമുക്ക് ഒരു അസുഖങ്ങളൊന്നും വരാതെ നോക്കാതിരിക്കുക, നമ്മുടെ ഡിസ്കംഫർട്ട് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ളൊരു കേപ്പബിലിറ്റി നമുക്കുണ്ടാകുക. ബേസിക്കലി ആദ്യത്തെ ഒരു കുറച്ച് ടിപ്സ് ഇതൊക്കെ തന്നെയാണ്: സെൽഫ് അവെയർനെസ്, സെൽഫ് ലവ്. അതുപോലെ ഇപ്പം മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ അഡൽട്ട്ഹുഡിൽ പോകുമ്പോൾ ഏറ്റവും നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് പാരൻറ്റിങ് അവർ സെൽഫ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല. അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു സക്സസ്സോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും
ലൈഫ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു സത്ത എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, പേരൻറ്റിങ് അവർ സെൽസ്. ഇത്ര നമുക്ക് ഒരു നമ്മുടെ ലോകത്ത് നമ്മൾ എന്ത് തന്നെ നമ്മുടെ റോൾസ് എന്തൊക്കെയായാലും, നമ്മൾ എന്തൊക്കെ പൊസിഷനിലായാലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡുണ്ട്. ആ ഇന്നർ ചൈൽഡിനെ നർച്ചർ ചെയ്യുക, നമ്മുടെ സ്വന്തം ബോഡീനെ നമ്മൾ കെയർ ചെയ്യുക, നമ്മുടെ മനസ്സിനെ നമ്മൾ കെയർ ചെയ്യുക, നമ്മുടെ ലൈഫിലെ ഓരോ ഏരിയാസും ഓർഗനൈസ്ഡ് ആണോ എന്ന് നമ്മൾ നോക്കുക, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം ഈ വക എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പേരൻറ്റിങ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അഡൽട്ട്ഹുഡിൻ്റെ ഒരു 50% കാര്യങ്ങൾ നമ്മുടെ കയ്യിലായി. നമ്മളൊരു സക്സസ് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തുണ്ടെങ്കിലും നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ സെൽഫ് ലവ് ആയാലും സെൽഫ് അവെയർനെസ് ആയാലും ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് എന്താണോ അത് നമുക്ക് ആ ഒരു രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ലൈഫ് ജീവിക്കാനും പറ്റും. ഇപ്പം ഇന്നത്തെ കാലത്തെ കസ്റ്റമൈസേഷനാണ് ട്രെൻഡ്. അത് ഉള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം ഉണ്ടാകുന്ന ഒരു മെയിൻ ഗോൾ എന്ന് വെച്ചാൽ ഇപ്പം ഹെൽത്ത് നോക്കുക എന്നുള്ളതാണ്. ഇപ്പം ഹെൽത്ത് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ജിമ്മിൽ പോകുക, എല്ലാവരും ഒരുപോലെ ജിമ്മിൽ പോകാൻ, എല്ലാവരും ഒരുപോലെ പ്രോട്ടീൻ എടുക്കുക. അത് നടക്കുന്ന എന്താ പറയുക, അത് അത്രയ്ക്കൊരു എഫക്റ്റീവ് അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ജെൻഡർ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ ബോഡീൻ്റെ പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. കോമണായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെക്കുറിച്ച് നമ്മൾ അത്രയ്ക്ക് അവെയർ ആണെങ്കിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതി ഏതാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് നല്ല യൂസ്ഫുൾ അല്ലേ. നമ്മുടെ ഹെൽത്ത് നോക്കാനായാലും എല്ലാ കാര്യത്തിലും നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതെന്ന് വെച്ചാൽ നമുക്കപ്പോൾ സ്യൂട്ടബിളായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ ഹാബിറ്റ്സും റൊട്ടീൻസും കാര്യങ്ങളും ബിൽഡ് ചെയ്ത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ബാക്കി ഉള്ള ടിപ്സ് എല്ലാം കൂടി ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞ് ഞാൻ ലെങ്തി ആക്കുന്നില്ല വീഡിയോ. ബാക്കി ഇതുപോലെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ടിപ്സ് നമുക്ക് അടുത്തൊരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.